ശരി, അതാണ് കിരൺ. നമുക്ക് വിശദാംശത്തിലേക്ക് വരാം. അരുണുണ്ട്. അരുൺ, സാധാരണ രീതിയിൽ ഒരു CPM-ന്റെ അംഗമോ CPM-ന്റെ MLA-യോ അദ്ദേഹം രാജിവെച്ച് അല്ലെങ്കിൽ ഒരു ബദൽ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയം നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ്. അത് CPM നേരിട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് നെയ്യാറ്റിൻകര MLA ആയിരുന്ന ശെൽവരാജ് അടക്കം പാർട്ടി സ്ഥാനം രാജിവെച്ച് MLA സ്ഥാനം രാജിവെച്ച് പോകുന്നതൊക്കെ കണ്ടതാണ്. പക്ഷേ PV അൻവർ ഒരു സ്വതന്ത്ര MLA ആണ്. ആ സ്വതന്ത്ര MLA ഇറങ്ങിപ്പോകുമ്പോൾ ഇത്രയധികം പ്രതിസന്ധി CPM രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നതിന് കാരണം അദ്ദേഹം തൊടുത്തുവിട്ട ആയുധങ്ങളാണ്. അതിനെ യഥാർത്ഥത്തിൽ ചെറുക്കാൻ CPM തയ്യാറെടുത്തിട്ടുണ്ടോ എന്ന ചോദ്യമുണ്ട്. കാരണം അവശേഷിക്കുന്നത് 1.5 വർഷമാണ്. ഈ 1.5 വർഷം അദ്ദേഹം MLA ആയി തുടരുമെന്ന പ്രഖ്യാപനം പോലും നടത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹം MLA സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര പരിവേഷത്തോടെ നിന്നുകൊണ്ട് CPM-നും മുഖ്യമന്ത്രിക്കുമെതിരെ പോരടിച്ചുകൊണ്ട് പിന്നീട് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ നേരിടാൻ പോകുന്ന ഈ ദിവസങ്ങളെ CPM വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടി വരും എന്നൊരു രാഷ്ട്രീയ സാഹചര്യം മുന്നിലില്ലേ അരുൺ? തീർച്ചയായിട്ടും CPM-ന് അൻവർ ഉണ്ടാക്കിയ മുറിവ് അത് അത്ര പെട്ടെന്നും പൊറുക്കുന്ന ഒന്നല്ല. അത്രയധികം മുറിവുണ്ടാക്കി തന്നെയാണ് അൻവർ CPM-നോട് ഇടത് രാഷ്ട്രീയത്തോട് വിട പറയുന്നത്, അല്ലെങ്കിൽ വിട പറയുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതുതന്നെയാണ് CPM-നെ കുഴക്കുന്നത്. CPM-ന്റെ ഇപ്പോഴും ഏറ്റവും ശക്തനായ നേതാവ്, ഏറ്റവും പ്രതിച്ഛായ അണികൾക്കിടയിലുള്ള നേതാവ് പിണറായി വിജയൻ തന്നെയാണ്. അതിൽ ഒരു തർക്കവുമില്ല. VS അച്യുതാനന്ദൻ സജീവ രാഷ്ട്രീയത്തിലില്ല. അപ്പോൾ പിന്നെ പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിലെ CPM-ന്റെ നമ്പർ 1 നേതാവ്. ആ നേതാവിനെയാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ അസ്തിത്വം തന്നെയാണ് ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയാണ് ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മതേതര നിലപാടുകളെയാണ് ചോദ്യം ചെയ്തത്. അദ്ദേഹം കുടുംബത്തിൽ നിന്നുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്നു, ഒരു റിയാസിന് വേണ്ടി മാത്രം നിൽക്കുന്നു. മറ്റു നേതാക്കൾക്ക് അപ്രാപ്യനായി പിണറായി വിജയൻ മാറി. അങ്ങനെ പിണറായി വിജയൻ എന്ന CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ, ഏറ്റവും അധികം പ്രതിച്ഛായ കേരളത്തിലുള്ള നേതാവിനെയാണ് ഇவ்விധം ആക്രമിച്ച് അൻവർ പടിയിറങ്ങുന്നത്. അവിടെയാണ് CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഒന്ന്. മറ്റൊന്ന്, AK ബാലൻ പറഞ്ഞൊരു കണക്കാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 43% മലപ്പുറത്ത് ഇടതുമുന്നണിയുടെ വോട്ട് വിഹിതം. അത് 35, 36 അങ്ങനെ മാറി മാറി നിന്ന വോട്ട് വിഹിതം 43-ലേക്ക് എത്തിച്ചത് ഈ അൻവർ മാത്രമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ PV അൻവറും KT ജലീലും കാരാട്ട് റസാഖും അടക്കമുള്ള നിയാസ് പുളിക്കലകത്തും അടക്കമുള്ള ഇടത് സ്വതന്ത്രരുടെ വലിയൊരു പങ്ക് അതിൻ്റെ അകത്തുണ്ട്. ആ പങ്കിൽ ഏറ്റവും പ്രധാനം പിണറായി വിജയനോടുള്ള മുസ്ലിം വിഭാഗങ്ങളുടെ ഒരു വിശ്വാസമായിരുന്നു. അദ്ദേഹം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്ന നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടായിരുന്നു. അതിനെയാണ് അൻവർ ചോദ്യം ചെയ്തത്. അവിടെയാണ് ആ ഒരു പിന്തുണ നഷ്ടപ്പെടുമെന്ന ഭീതി CPM-നുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. അവിടെ CPM-ന് ആ രാഷ്ട്രീയത്തിൽ, മുസ്ലിം രാഷ്ട്രീയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ CPM-ൽ നിന്ന് അകന്നു തുടങ്ങി എന്ന് CPM വിലയിരുത്തുന്നു. അധികം ഒരു മുസ്ലിം പ്രീണനത്തിലേക്ക് CPM പോയി എന്ന വിലയിരുത്തൽ CPM-നുള്ളിൽ തന്നെ ഉണ്ടായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു അടി കൂടി CPM-ന് കിട്ടുന്നത്. അവർക്ക് ഒരു കാരണവശാലും പൊറുക്കാൻ കഴിയാത്ത, അത്ര പെട്ടെന്നൊന്നും തിരുത്താൻ കഴിയാത്ത പ്രശ്നമാണത്. അത് വലിയ സങ്കടം CPM-ന് ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അവിടെ ഒരു ഗുണമുള്ളത്, ഈ പ്രതിച്ഛായ കോട്ടം തട്ടുമ്പോഴും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് നേതാവിന് തന്നെയാണ്. കാരണം CPM-ൽ പിണറായിക്കെതിരെ അതിശക്തമായ ഒരു മൂവ്മെന്റ് വളർന്നു തുടങ്ങുകയായിരുന്നു. അതിന്റെ ശൈശവ ദിശയിലായിരുന്നു അത്. അതിനെയാണ് പിണറായി വിജയൻ അനായാസം വെട്ടിക്കളഞ്ഞത്. പൂർണ്ണമായും ആ മൂവ്മെന്റ് ഇവിടെ അവസാനിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും അതിന്റെ വേഗം കുറയും. ആ വാർത്താ സമ്മേളനത്തിൽ പിണറായി ലക്ഷ്യമിട്ടത് അതായിരുന്നു. പിന്നീട് PV അൻവർ ഇടതുമുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് CPM സ്വതന്ത്ര MLA നിലയിൽ ആണ് പോരാട്ടം തുടർന്നതെങ്കിൽ ഒരുപക്ഷെ പിണറായി ഇത്ര എളുപ്പം ഈ പ്രതിസന്ധി മറികടക്കുമായിരുന്നില്ല. വരുന്ന സമ്മേളനങ്ങളിലൊക്കെ അത് പിണറായിയെ അല്ലെങ്കിൽ പിണറായിക്കൊപ്പം നിൽക്കുന്നവരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് CPM-ന്റെ രാഷ്ട്രീയം കൂടി മാറിയേനെ. പക്ഷേ ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാണ്. ഇപ്പോൾ PV അൻവർ പുകഞ്ഞ കൊള്ളിയാണ്, പാർട്ടി വിരുദ്ധനാണ്, പാർട്ടിയെയും സർക്കാരിനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുടെ കയ്യിലെ കളിപ്പാവയാണ്, കൈക്കോടാലിയാണ്. CPM-ന്റെയും DYFI-യുടെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു അൻവറിനെ നേരിടാൻ പിണറായി വിജയന് കുറെ കൂടി എളുപ്പമാണ്. CPM-ന് ഇപ്പോൾ പിണറായി വിജയൻ എന്നൊറ്റ, ഇപ്പോൾ നമ്മൾ നേരത്തെ സ്വർണ്ണക്കടത്ത് കേസും മറ്റുമൊക്കെ ചർച്ച ചെയ്യുമ്പോഴുള്ള CPM നേതാക്കളുടെ ശരീരഭാഷ, അവിടെ സംസാര രീതിയും ഒക്കെയാണ് നമ്മൾ AK ബാലൻ അടക്കം കേട്ടത്. മുഖ്യമന്ത്രിയെ കുടുംബത്തെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നു, അതിനെ നേരിടാം. അതായത് ഒരു വശത്ത് പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോഴും CPM-ന്റെ സമുന്നത നേതാവ്. അദ്ദേഹത്തിന്റെ ആക്രമണം തടയാൻ CPM ഒറ്റക്കെട്ടായ രംഗത്തിറങ്ങും, ഇറങ്ങിയേ മതിയാകൂ. ഉൾപാർട്ടി വിഷയങ്ങൾ ചർച്ചകളിലൊക്കെ വരുമെങ്കിൽ പോലും ഇപ്പോൾ പിണറായി വിജയന്റെ കീഴിൽ CPM ഒറ്റക്കെട്ടായാണ് നിൽക്കുന്നു. തനിക്കെതിരെ ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടായിക്കൊണ്ടുവന്ന CPM-ലെ നേതാക്കളെ കൂടിയാണ് പിണറായി ഇപ്പോൾ തന്റെ പക്ഷത്തേക്ക്, പിണറായി തന്നെയാണ് CPM-ലെ സർവശക്തി തെളിയിക്കുന്ന നീക്കം കൂടിയാണ് പിണറായി നടത്തിയത്. അവിടെ പ്രതിച്ഛായ കോട്ടമുണ്ടാകുമ്പോഴും പിണറായി വിജയൻ പാർട്ടിയിൽ ശക്തനാവുകയാണ്, സർക്കാരിൽ ശക്തനാവുകയാണ്. സജിത്ത്, യെസ്, അത് നല്ല നിരീക്ഷണം. അങ്ങനെയാണ് ഒരു സാഹചര്യം. പക്ഷേ കിരൺ,